ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വീണ്ടും എത്തി ഗൈസ്. ഒരു ദിവസം വീഡിയോ ഇട്ട് ഒരാഴ്ച വീഡിയോ ഇടില്ല. ഇപ്പോൾ സ്ഥിരം പരിപാടി എനിക്ക് അതാണ്. ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് വേട്ടയുടെ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ, നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഉത്സവം അതിഗംഭീരമായി നടന്നു ഗൈസ്. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും കാട്ടി ഇപ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് വേട്ടയായാലും ആറാട്ടായാലും ഭയങ്കര ഒരു ഗ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ പ്രാവശ്യവും പരിപാടിയൊക്കെ സൂപ്പറായിരിക്കും. എല്ലായിടത്തും തട്ടവും നിവേദ്യം ഇതൊക്കെ എല്ലാം കാണും. പക്ഷെ എന്നാൽ പോലും ഇപ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് ഈ ലൈറ്റ്, പാട്ട് എല്ലായിടത്തും ഓരോ സ്ഥലത്തും ഓരോരുത്തരും, പിന്നെ അവിടെ തന്നെ കൈകൊട്ടി കളി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തട്ടം വയ്ക്കാനുള്ള പ്രിപ്പറേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാനും ചേച്ചിയും വല്യമ്മ എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തട്ടം ഒരുക്കുകയാണ്. രാത്രി 10:30-11 മണിയാവും ഭഗവാൻ വരുമ്പോഴത്തേക്ക്, വേട്ടയാടി വരുമ്പോഴത്തേക്കും. ആറാട്ടിന് കുറച്ചുകൂടെ ലേറ്റ് ആവും. ആറാട്ടിൻ്റെ വ്ളോഗ് ഞാൻ എടുത്തില്ല. വേട്ടയ്ക്കാണെങ്കിൽ 10:30-11 മണിയാവും. അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 2 തട്ടമാണ് ഉണ്ടായിരുന്നു. ഒന്ന് വല്യമ്മയ്ക്കും, ഒന്ന് പിന്നെ നമ്മുടെ എൻ്റെ അമ്മയുടെ. അങ്ങനെ പിന്നെ പറയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേസ്. ഇപ്രാവശ്യത്തെ ഉത്സവം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തട്ടം ഒരുക്കുന്നതിൽ ബിസിയാണ്. അതിനിടയ്ക്ക് അവിടെ എന്തോ ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ഒറിജിനൽ വോയിസ് കൊടുക്കാത്തെന്ന് വെച്ചാൽ അവിടെ തട്ടം ഒരുക്കണേൽ ആ തർക്കങ്ങൾ കാണുമല്ലോ. വലിയ പറയും ഇങ്ങനെ വെക്കരുത്, അങ്ങനെ പിന്നെ ചേച്ചി പറയും ഇങ്ങനെ അങ്ങനെ അവിടെ വഴക്കും എല്ലാം കൂടെ നടക്കൊണ്ട് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ ഒരു ഇതാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുക, വോയിസ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട്. അവിടെ വഴക്കാണ്. എന്തോ വല്യമ്മ ചോദിച്ചു കുങ്കുമം ഇടണില്ലേ അങ്ങനെ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ എന്തോ പറഞ്ഞെന്തോ ഇതായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ വല്യമ്മയ്ക്ക് വീഡിയോ എടുക്കണം, വല്യമ്മയുടെ ഫോട്ടോ എടുക്കണം. വല്യമ്മയ്ക്ക് അതിനൊക്കെ ഭയങ്കര എന്നെ പോലെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ അത്ര ക്രൈസ് ഇല്ലെങ്കിൽ വല്യമ്മയ്ക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വല്യമ്മ പറയണം എന്നെ കാണിരുന്നു അങ്ങനെ കാണിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ ഇപ്പോൾ ഒരു തർക്കമുണ്ട് കേസ്. എന്നറിയാമോ, വിളക്കിൽ ഇത് കുങ്കുമവും ഇതൊക്കെ ഇടണമല്ലോ, ചന്ദനമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതിടാൻ വേണ്ടിയിട്ട് വല്യമ്മ പറഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെയാണ്. അങ്ങനെ നമുക്കാണെങ്കിൽ ഇവിടെ ഒരാളെന്തെങ്കിലും പറയുമ്പോൾ അത് എനിക്ക് പിടിക്കുക. എനിക്കിങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ പറയും ഇങ്ങനെയല്ല, എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിടണം, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ പിന്നെ അവിടെ ഒരു തർക്കം വരും. അങ്ങനെ ഇവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം എൻ്റെ കൊച്ചെത്തി, പൊന്നു വന്നു. ഇത്രയും നേരം അവൾ ആ വേട്ട തുടങ്ങിയ സമയം മുതൽ, വേട്ടല്ല ഇത് ഈ തട്ടം ഒരുക്കുന്ന സമയം വരെ ഇവിടെ ഇല്ല. കാരണം ടാബും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അമ്മ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് എവിടെയെന്ന് വെച്ചാൽ. അപ്പോഴത്തേക്ക് ഇതൊന്നും ചെയ്യണം അറിഞ്ഞെങ്കിൽ ഇറങ്ങി വരും. ഇതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ടാബിലുള്ള കളിയുടെ ഇതിൽ അങ്ങ് അറിഞ്ഞില്ല ഒന്നും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് അപ്പം അമ്മ തലയിൽ വയ്ക്കാനും, എനിക്ക് പൂ ഭയങ്കര ഇഷ്ടമാണ് തലയിൽ വയ്ക്കാനൊക്കെ. അപ്പം അമ്മ ഈ ഭഗവാന് ഹാരം വാങ്ങിക്കൊടുത്തിൽ തല വയ്ക്കാനുള്ള പൂവും കൂടെ വാങ്ങിച്ചു. അപ്പം അത് മുറിച്ച് കൊടുക്കണം, വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ കയറി ഇരിക്കണത് ഇങ്ങനെ. അങ്ങനെ എല്ലാ പ്രാവശ്യവും വല്യമ്മയും ചേച്ചിയൊക്കെ വരും. പക്ഷേ ചേച്ചി അങ്ങനെ നിൽക്കാറില്ല. ചേച്ചി പെട്ടെന്ന് വീട്ടിൽ പോവും. പിന്നെ വണ്ടി കിട്ടൂലെന്ന് പറഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ പോകും. കുഞ്ഞിനെ കുറച്ചും കൂടെ പണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പം കൊച്ചായതിനു ശേഷം നിൽക്കത്തില്ല. അപ്പോൾ അവളുടെ അറിവായതിനു ശേഷമുള്ള ഫസ്റ്റ് വേട്ടയാണ്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ആന വരും എന്നൊക്കെ. നമുക്ക് വേട്ടേരെന്ന് വാഹനത്തിലാണ് ഭഗവാനെ കൊണ്ടുവരണം. പക്ഷേ ആറാട്ടിൻ്റെ അന്നാണെങ്കിൽ ആന വരും, ആനയിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആന വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാനിവിടെ അപ്പം തലയിൽ വയ്ക്കാൻ വേണ്ടി പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൂ കട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ വേട്ടയും എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തൊഴാനൊക്കെ പോയിട്ടുണ്ട്. നമുക്കിന്ന് വേട്ടയാണ്. അപ്പം നമ്മളെല്ലാവരും വേട്ടയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വേട്ട വരും. ഇപ്പം വരത്തില്ല, 10 മണിക്ക്. 10 മണി കഴിയും. ചന്ദ്രന്റെ പാൽനിലാവ് അല്ല, വെളിയിൽ കാണത്തൊക്കെ വരാം. ഇപ്പൊ 10 മണിക്ക് വേട്ട വരും. അവിടെ ഇങ്ങനെ ഇതുപോലെ കെട്ടാൻ പോണം, വൈകുണ്ഠം പോലെ അങ്ങനെ കെട്ടിയാൻ നടക്കാമോ? എനിക്ക് താഴെ എനിക്ക് എന്താണ് വേട്ടയെ പറ്റിയുള്ള അഭിപ്രായം?
എനിക്ക് അമ്മ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ. ഇതുവരെ ഞാൻ ഇവിടുത്തെ വേട്ട കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ചെറിയ പ്രായത്തിലാണ്. ഈ പ്രായത്തിൽ ഞാൻ ഒരിക്കലും ഇവിടെ കണ്ടിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ച് നമ്മളെല്ലാം തട്ടമൊക്കെ ഒരുക്കിയല്ലോ, അപ്പോൾ എന്തായാലും 10:30 കഴിയും. അപ്പോൾ നമുക്ക് നടന്ന് ലൈറ്റെല്ലാം കണ്ടു വരാന്നപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ കസിൻസിനെല്ലാം കണ്ട് അവരെല്ലാവരും തട്ടമൊക്കെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പുറത്ത് കൊണ്ട് വയ്ക്കണം, അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഏരിയ കഴിയുമ്പോഴത്തേക്കും ഓരോയിടത്തും ഇത് വെച്ചിട്ടുണ്ട്. ഈ ഭഗവാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു, രക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മൾ തട്ടമെല്ലാം അവിടെ വെളിയിൽ കൊണ്ട് ചെല്ലാൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും പറ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇല മുറിക്കണം. ഇല മുറിച്ചിട്ട് ഇല നമ്മൾ കൊണ്ടുവിടണം, അപ്പോഴാണ് പറ ഇടാനുള്ളത്. അങ്ങനെ ഇല മുറിക്കാൻ വേണ്ടി ഞാനും അമ്മയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഫുൾ ടയേർഡായി. കാരണം ഫുൾ അങ്ങോട്ട് മുടുക്കിൽ തട്ടം കൊണ്ടുപോയി അങ്ങനെ പോയി വന്നപ്പോൾ എനിക്ക് വെള്ളം വേണം. അമ്മൂമ്മ നമ്മൾ ഒരുക്കി ഇരുത്തി അമ്മ അവസാനം ഇരുന്ന് വയ്യ അമ്മ കയറി കിടന്ന് അമ്മ തളർന്നുപോയി. പിന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് ഗൈസ്. വെള്ളം തയ്ച്ചു എനിക്ക്. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം അവസാനിച്ചു. നമ്മൾ ഒരു വർഷത്തിന് വേണ്ടി കാത്തിരിക്കും. ആന ഭഗവതി കൃഷ്ണനെ എഴുന്നള്ളിച്ച് വരുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഗൈസ്. എല്ലാ വർഷവും വേട്ടയ്ക്ക് ആറാട്ടിന് ആനയാണ്. ഇപ്പോൾ 2-3 വർഷമായിട്ടാണ് വേട്ടയ്ക്ക് വാഹനവും ആറാട്ടിന് ആനയായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊരു കുഞ്ഞു വ്ളോഗല്ല ഇത്. അത്യാവശ്യം ഞാൻ ഒരു ഷോർട്സിന് വേണ്ടി എടുത്തതാണ്. അവസാനം എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ലോങ് വീഡിയോയുടെ ക്ലിപ്പുണ്ട്. പിന്നെ ചിലർക്ക് ലോങ് വീഡിയോ ഞാൻ അങ്ങനെ ഇടാറില്ലല്ലോ, അപ്പോൾ ഇട്ടേക്കാൻ വിചാരിച്ചു.
അപ്പോൾ ഉടനെ ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരും ഗൈസ് എന്ന് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിൽ ഒരു മാസം കഴിഞ്ഞെങ്കിൽ പിന്നെ വേറെ വീഡിയോ ഇടാം. ഇല്ല ഗൈസ്, ഞാൻ ഇനി മുതൽ വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം. എന്തായാലും വീഡിയോ ഇടും ഗൈസ് കണ്ടിന്യൂസ് ആയിട്ട്. ഇനി ഒരു മുടക്കം വരത്തില്ല. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ഇരുന്ന് കാണില്ല. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്